ശ്രീ ഷിബു ചക്രവർത്തിയുടെ ആത്മാഭിമാനത്തിന് ആദരാഞ്ജലികൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. മുഖാമുഖത്തെ പറ്റിയാണ് പോകണെന്ന് പറയുന്നത്. നമ്മുടെ അടൂരിന്റെ മുഖാമുഖത്തെ പറ്റിയല്ല, അണിയാളന്മാരുമായി തസ്കരാരജൻ നടത്തുന്ന മുഖാമുഖത്തെ പറ്റി. ഞാൻ നാറിയാണ്, പരനാറിയാണ്, പരമനാറിയാണ്. തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരികയാണല്ലോ. മരമന്നന്റെ ഇരുമുഖത്തിന് പള്ളിത്തിളക്കം നൽകണം. നമ്മുടെ നികുതി പണത്തിൽ നിന്നും വേതനം പറ്റുന്ന സർക്കാരിന്റെ PR ഏജൻസി മുഖം മിനുക്കൽ എന്ന പാഴ്വേലയ്ക്ക് ചാർത്തി കൊടുത്ത പേരാണ് മുഖാമുഖം എന്നത്. അങ്ങനെ വിശേഷിച്ചൊന്നുമില്ല. ഈ ഫെബ്രുവരി 18 മുതൽ മാർച്ച് 3 വരെ മരമന്നൻ കേരള രാജ്യത്തിന്റെ പല ഭാഗത്തും തിരുമുഖവുമായി ചെല്ലും. ഉള്ളിലുള്ള വിധേയത്വം വളരെ നന്നായി പ്രകടിപ്പിക്കാൻ കഴിവുള്ള പ്രമുഖർക്ക് ക്ഷണം നൽകിയിട്ടുണ്ട്. അവർക്ക് മുന്നിൽ സ്വന്തം തിരുമുഖവുമായി മരമന്നൻ പ്രത്യക്ഷപ്പെടും. മരമന്ന വദനം ദർശിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ച പ്രമുഖർക്ക് ആ തിരുമുഖത്ത് നോക്കി ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യങ്ങൾ ചോദിക്കാനേ അനുവാദമുള്ളൂ, ചോദ്യം ചെയ്യാൻ പാടില്ല. അത് തിരുവുള്ളക്കേടിന് കാരണമാകും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വളരെ താഴ്മയായി വിധേയത്വം എന്ന കലാപ്രകടനത്തോടെ ചോദ്യം സമർപ്പിച്ചുകൊണ്ട് ഉത്തരത്തിനായി യാചിക്കുക. എന്നാൽ ചോദ്യം ചോദിക്കാതെ ചുമ്മാതങ്ങ് സാക്ഷ്യം വഹിച്ച് തടിതപ്പാനും പറ്റില്ല കേട്ടോ. കാരണം മരമന്നന്റെ പക്കൽ കുറെ ഉത്തരങ്ങളുണ്ട്. നല്ല ജീവൻ തുടിക്കുന്ന ഉത്തരങ്ങൾ, കരുതലിന്റെ പിടപ്പ് പ്രകടമാകുന്ന രസ്യൻ ഉത്തരങ്ങൾ. ഒക്കെ PR പാണന്മാർ എഴുതി കൊടുത്തതാവാം. എന്തായാലും അത് മുഴുവൻ ചിലവാക്കാതെ പറ്റില്ല. ചോദ്യമുണ്ടെങ്കിൽ മാത്രമല്ലേ ഉത്തരത്തിന് പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് ഓരോ ഉത്തരത്തിനും ഇണങ്ങുന്ന ചോദ്യങ്ങൾ മരമന്നന്റെ തിരുമുഖത്ത് നോക്കി ദാസ്യ പ്രമുഖർ നിർബന്ധമായും, വളരെ നിർബന്ധമായും ചോദിക്കണം. ഇന്നയാൾ ഇന്ന ചോദ്യം ചോദിക്കും, അതിന് ഈ ഉത്തരം നൽകണം. അതെല്ലാം വളരെ നന്നായി പഠിപ്പിച്ചാണ് ഈ PR പാണന്മാർ തിരുമുഖം സഹിതം നമ്മുടെ മരമന്നനെ ദാസ്യ പ്രമുഖർക്ക് മുന്നിലേക്ക് എഴുന്നള്ളിച്ചിരുത്തുന്നത്. ചോദ്യം അന്തരീക്ഷത്തിൽ ഉയർന്നാലുടൻ ആ ചോദ്യം വന്ന ദിശ ലക്ഷ്യമാക്കി മരമന്നൻ ഉത്തരം എയ്യും. ആ ഉത്തരം ലക്ഷ്യത്തിൽ കൊണ്ടാലുടൻ അമാന്തം കൂടാതെ ദാസ്യ പ്രമുഖർ കയ്യടി സമർപ്പണം നടത്തണം. മരമന്ന രോമങ്ങൾ ആ കയ്യടി ശബ്ദം കേട്ട് ഹമ്പടഞ്ഞാനേ എന്ന ഭാവത്തിൽ ആഞ്ചി ഉദ്ധരിച്ചു നിൽക്കും. ഇതാണ് കളി. മരമന്നന്റെ വായിൽ നിന്ന് തുരത്തപ്പെടുന്ന ഉത്തരങ്ങളൊന്നും അയാളുടെ സ്വന്തമല്ലെന്ന് നമ്മൾ തുടക്കത്തിലെ പറഞ്ഞു. മരമന്നന്റെ സ്വന്തം എന്ന് പറയാവുന്നത് ഇടയ്ക്കിടെ നാഗങ്ങളെ പോലെ നടത്തുന്ന ആ നാവുനീട്ടും പിന്നെ ധിക്കാരം, ധാർഷ്ട്യം, മുഷ്ക് ഇവയുടെയൊക്കെ പ്രകടനവുമാണ്. അത് മാത്രമേ അയാൾക്ക് സ്വന്തമായുള്ളൂ. സ്വന്തം ബുദ്ധിയുടെ സഹായത്തോടു കൂടി വല്ലതും പറഞ്ഞാൽ അത് വമ്പൻ വിഡ്ഢിത്തമായി പോകും. അവളുടെ അമ്മയുടെ പെൻഷൻ തുക കൊണ്ടാണ് മോള് സംരംഭം തുടങ്ങിയതെന്നൊക്കെ പറയുന്നത് സ്വന്തം ബുദ്ധിയിൽ നിന്നാണ്. അതുപോലെ ഈ കൈകൾ ശുദ്ധമാണെന്നൊക്കെ അങ്ങനെയൊക്കെ വീമ്പടിക്കാൻ കഴിയുന്നത് സഹജമായിട്ടുള്ള നാണമില്ലായ്മ കൊണ്ട് മാത്രമല്ല, നാട്ടുകാരെല്ലാം തന്നെ പോലെ മണ്ടന്മാരാണെന്ന ഉറച്ച വിശ്വാസം കൊണ്ടുകൂടിയാണ്. അതിന് മരമന്നനെ കുറ്റം പറഞ്ഞിട്ട് ഒട്ടും കാര്യവുമില്ല കേട്ടോ. അടുത്ത കൊല്ലം മുതൽ നവകേരളം സൂര്യനിൽ കേനൽ കൃഷി ആരംഭിക്കുമെന്ന് പറഞ്ഞാൽ യാതൊരു സംശയവും കൂടാതെ അത് വിശ്വസിക്കുന്ന ആളുകളെ മാത്രമേ നമ്മുടെ മരമന്നൻ കണ്ടിട്ടുള്ളൂ. കേരയിൽ വരും കേട്ടാ. ഇങ്ങനെയൊന്നും പറഞ്ഞതേ ഉള്ളൂ. പാർട്ടി സെക്രട്ടറി പോലും അപ്പം ചൂടാനുള്ള മാവ് കലക്കി കളഞ്ഞു. കേരയിൽ വഴി വിൽക്കാനുള്ളതാണ് കേട്ടോ അപ്പം. അതാ പറഞ്ഞത്, ബോധമുള്ള ഒരാൾ പോലും മരമന്നന്റെ ചുറ്റുമില്ല. പിന്നെ എങ്ങനെ ആൾക്ക് ആത്മബോധമുണ്ടാവും? ഇതൊന്നും ആരുടെയും കുറ്റമല്ലെന്നേ. മണ്ടന്മാർ ഭൂരിപക്ഷമാകുന്ന നാട്ടിൽ തിരുമണ്ടൻ മരമന്നനാകും. അത് ഈ ജനാധിപത്യത്തിന്റെ പരിമിതിയാണ്. അതോ സാധ്യതയോ? അതെന്തായാലും ഒന്നുറപ്പാണ്, PR ഏജൻസിക്ക് വാങ്ങുന്ന വേതനത്തോട് കൂറുണ്ട്. സ്വന്തം ക്ലയന്റിന് സ്വല്പം ബോധമുണ്ടെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ അത്രയും ആകട്ടെ എന്ന് കരുതിയാണ് ഇത്തരം മുഖാമുഖങ്ങൾ സംഘടിപ്പിക്കുന്നതും അതുപോലെ തന്നെ പറയേണ്ട ഉത്തരങ്ങൾ മരമന്നന്റെ വായിൽ വെച്ച് കൊടുക്കുന്നതും. പക്ഷെ എന്തു പ്രയോജനം? ക്ലയന്റിന്റെ സഹകരണം കൂടി സ്വല്പം വേണ്ടേ? ചെല്ലും ചെലവും കൊടുത്ത് പൗരപ്രമുഖരെ വിളിച്ചു വരുത്തുന്നു, ചോദിക്കേണ്ട ചോദ്യങ്ങൾ അവർക്ക് നൽകുന്നു, വായ നിറയെ ഉത്തരവുമായി അവർക്ക് മുന്നിലേക്ക് മരമന്നനെ എഴുന്നള്ളിച്ചിരുത്തുന്നു, വരുന്ന ചോദ്യങ്ങൾക്ക് നേരെ ഉത്തരമെയ്യാൻ മരമന്നനെ പ്രാപ്തനാക്കുന്നു. മന്നൻ എഴുതുവിടുന്ന ഉത്തരങ്ങളെല്ലാം പെറുക്കിക്കൂട്ടി മാധ്യമധർമ്മക്കാരന്മാരെ കൊണ്ട് നാടാകെ വിതരണം ചെയ്യിപ്പിച്ച് മഠയ മലയാളികൾക്ക് മുന്നിൽ ഈ മരമന്നന്റെ മുഖം മിനുക്കാൻ ആവും വിധം ശ്രമിക്കുന്നു. ഒക്കെ ശരിയാണ്, PR ഏജൻസി വളരെ ആത്മാർത്ഥമായി പണിയെടുക്കുന്നുണ്ട്. എന്നാൽ അവരുടെ ഈ നീക്കങ്ങളെയൊക്കെ വിജയിപ്പിക്കാൻ സഹായിക്കുന്ന നിലയ്ക്ക് പരുവപ്പെട്ടതല്ല മരമന്നന്റെ സഹജ സ്വഭാവം, അല്ലെങ്കിൽ തനത് ബുദ്ധി. സർക്കാരിന്റെ PR ഏജൻസി പരാജയപ്പെടുന്നത് അവിടെയാണ്. എന്നാൽ ഇന്നലെ സംഭവിച്ച വിഷയത്തിൽ തെറ്റുപറ്റിയത് PR ഏജൻസിക്ക് തന്നെയാണ്. പോകാൻ അങ്ങനെ കരുതുന്നു. 2019 ജാനുവരി 1 വരെ അല്ലെങ്കിൽ 2018 വരെ കേരളം പുരാതന കേരളമായിരുന്നു. അതല്ല, മഴുവും മറ്റും ഉപയോഗിച്ചുകൊണ്ട് പരശുരാമൻ നിർമ്മിച്ചിട്ടുള്ള പുരാണ കേരളമായിരുന്നു അതെന്ന് കരുതുന്നവരും നമുക്കിടയിൽ തീർച്ചയായിട്ടും ഉണ്ട്, ധാരാളമുണ്ട്. 2018 വരെ ഇവിടെ ഉണ്ടായിരുന്നത് പുരാതനമോ പൗരാണികമോ ഇനിയിപ്പോ പ്രാകൃതമോ ആയിട്ടുള്ള കേരളമാവട്ടെ, അതിനൊന്നും ഇന്ന് പ്രസക്തിയില്ല. നിലവിൽ ഇത് നവകേരളമാണ്. നവകേരളം. ബിന്ദു അമ്മിണി, കനകദുർഗ എന്നീ നാരീദ്വയങ്ങളുടെ സഹായത്തോടെ നമ്മുടെ മരമന്നൻ സൃഷ്ടിച്ചെടുത്തതാണ് ഈ നവകേരളം. അല്ലെങ്കിൽ പമ്പയിൽ നിന്നും പരമ മരമന്ന മഴുവൻ സന്നിധാനത്തേക്ക് മങ്കേറ് നടത്തി സൃഷ്ടിച്ചെടുത്ത നവകേരളം. ഈ നവകേരളത്തിൽ ഒരേ ഒരു ചക്രവർത്തി മാത്രമേ ഉള്ളൂ. ദിമാറവേന്ദ്രനും പ്രീണന വിദ്വാനും തസ്കരോത്തമനും മഴുപ്രയോഗ വിദഗ്ധനുമായിട്ടുള്ള സാക്ഷാൽ മരമന്നൻ തന്നെയാണ് ആ ചക്രവർത്തി. അങ്ങനെയുള്ളപ്പോൾ ദാസ്യപ്രമുഖരുടെ കൂട്ടത്തിൽ മറ്റൊരു ചക്രവർത്തിയെ PR ഏജൻസി ഉൾപ്പെടുത്താമായിരുന്നു. ഓർക്കണം, രാജമൂല്യത്തിന്റെ കാര്യത്തിൽ അക്ബർ
ചക്രവർത്തിയേക്കാൾ മഹത്വം പേർന്ന ഒരു ശ്രേഷ്ഠനാണ് നമ്മുടെ മരമന്നൻ. അങ്ങനെ ഒരു മഹാമാനവന് മുന്നിലേക്ക് കേവലം ഒരു ഷിബുവിനെ പിടിച്ച് ചക്രവർത്തിയാക്കി ഇട്ടുകൊടുക്കുന്നത് എത്ര വലിയ മര്യാദകേടാണ്, ശരിയല്ലേ? അല്ലേ? ഒക്കെ പോട്ടെ, ഒരു ചക്രവർത്തിക്ക് ചേരുന്ന പേരാണോ ഷിബു എന്നത്? ആനയ്ക്ക് കീറത്തുണി കൊണ്ട് കോണകം കെട്ടുന്ന പോലൊരു പോക്കണം കേടല്ലേ അത്, അല്ലേ? അല്ലെങ്കിൽ തന്നെ പേര് മാത്രമാണോ പ്രശ്നം? നമ്മുടെ മരമന്നന്റെ തിരുമുഖത്ത് നോക്കി ചോദ്യം ചോദിക്കാൻ അവസരം നൽകിയെന്ന് കരുതി അങ്ങനെ ആയിരുന്നോ ഷിബു എന്ന വ്യാജ ചക്രവർത്തി ചോദ്യം ചോദിക്കേണ്ടിയിരുന്നത്? ഷിബുവിന്റെ നടുവ് തീരെ വളഞ്ഞിരുന്നില്ല, ശിരസ് ഒട്ടും കുനിഞ്ഞിരുന്നില്ല, കൈകൾ അല്പം പോലും കൂപ്പപ്പെട്ടിരുന്നില്ല, സ്വരത്തിൽ തെല്ലും ആദരവുണ്ടായിരുന്നില്ല. ചോദ്യം കൊണ്ട് ഉത്തരത്തിനായി യാചിക്കേണ്ടതിന് പകരം ചോദ്യം ചെയ്യുന്ന മട്ടിലായിരുന്നു ആ വ്യാജ ചക്രവർത്തി നല്ല അസൽ ചക്രവർത്തിയെ സമീപിച്ചത്. ശരിയല്ലേ? അത് PR ഏജൻസിക്ക് പറ്റിയ പിഴവ് തന്നെയാണ്, പൊറുക്കാനാവാത്ത തെറ്റ്, ശിക്ഷാർഹമായിട്ടുള്ള കുറ്റം. നമ്മുടെ മരമന്ന ചക്രവർത്തി ഉടവാൾ എടുത്തിരുന്നെങ്കിലോ, അല്ല ക്ഷമിക്കണം, ഉടമഴു എടുത്തിരുന്നെങ്കിലോ, എങ്കിൽ വ്യാജ ചക്രവർത്തിയായ ആ ഷിബു ഇപ്പോൾ ചരിത്രമാകില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ PR ഏജൻസിയോട് ഒന്നേ പറയാനുള്ളൂ, ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ കരുതലെടുക്കണം. മാത്രവുമല്ല, എത്രയും വേഗം ഗസറ്റിൽ പരസ്യം ചെയ്ത് ഷിബു ചക്രവർത്തിയുടെ പേര് ഷിബുദാസ് എന്നോ അല്ലെങ്കിൽ അമ്മയുടെ പേരും കൂടി ചേർത്തുകൊണ്ട് ഷിബു ലീലാദാസ് എന്നോ തിരുത്തിപ്പിക്കാൻ വേണ്ട നീക്കങ്ങളും നിങ്ങൾ നടത്തണം. അതിനായി മുൻകൈയെടുക്കണം. നവകേരളത്തിന് ഒരേ ഒരു ചക്രവർത്തി മതി. ഒരുപക്ഷെ യമരാജന്റെ അശ്രദ്ധ കൊണ്ട് അടുത്ത നൂറ്റാണ്ടിലെങ്ങാനും രണ്ടാമതൊരു ചക്രവർത്തിയുടെ ആവശ്യം വന്നാൽ തന്നെ നവകേരളത്തിന് ഷിബു അല്ല ചക്രവർത്തി രണ്ടാമൻ. മരമന്ന ചക്രവർത്തിയുടെ പിൻഗാമിയായി നവകേരളത്തെ അടക്കി ഭരിക്കേണ്ടവൻ സിംഹാസനത്തിൽ പതിക്കാനുള്ള കനകാസനവും അരക്കെട്ടിൽ ചുമന്നുകൊണ്ട് മരമന്നന്റെ ചുറ്റും സദാ കറങ്ങുന്നുണ്ട്. നിന്നുകൊണ്ടൊന്ന് പെടുക്കാൻ പോലും സ്വന്തം നിലയിൽ പിടുക്കു പിടിക്കേണ്ട കാര്യം മരമന്നന് ഇന്നില്ല. ദ്രവ്യവിസർജ്യത്തെ പാദങ്ങളിൽ പതിയാതെ മൂത്രദണ്ഡ് തിരശ്ചീന ദിശയിൽ താങ്ങി നിർത്തുന്നത് പോലും ചക്രവർത്തി രണ്ടാമനെന്ന് അടയാളപ്പെട്ട യാസന ചക്രവർത്തിയാണ്. ഈ നവകേരളത്തിന് മൂന്നാമതൊരു ചക്രവർത്തിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് ഷിബുവും ഒരു കാര്യം മനസ്സിലാക്കണം, രണ്ട് ചക്രവർത്തിമാർ മുഖാമുഖം നിന്നാൽ എന്ത് സംഭവിക്കുമെന്നാണ് ചരിത്രം നമ്മോട് പറഞ്ഞിരിക്കുന്നത്. യുദ്ധം, ഉഗ്രയുദ്ധം നടക്കുമെന്ന്. ഇന്നലെ നമ്മുടെ മരമന്ന ചക്രവർത്തിയുടെ മൂഡ് അഹിംസാ മോഡിലായിരുന്നത് ഷിബുവിന്റെ ആയുർദൈർഘ്യം ഒന്നുകൊണ്ട് മാത്രമാണ് കേട്ടോ. മൂടുനില മറച്ചാവുകയും ഉടമഴു ചക്രവർത്തിയുടെ അരയിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നുവെങ്കിലോ? സംശയം എന്താ? ഒരു മാർബിൾ പാളിയിൽ ഷിബു എന്ന പേര് ഇതിനോടകം കൊത്തപ്പെടുമായിരുന്നു. എന്തായാലും പോങ്ങനെ ഷിബുവിനോടൊന്നേ പറയാനുള്ളൂ, അവസരം കിട്ടിയാൽ പോലും ഇനി ഒരിക്കൽ കൂടി ആ മരമന്നന് മുഖാമുഖം താങ്കൾ ചെല്ലരുത്. അബദ്ധവശാൽ പോലും ആ കൺവട്ടത്ത് സ്വന്തം ശരീരം പതിയാതെ നോക്കണം. എനിക്കറിയാം താങ്കൾ ഗായത്രി അശോകേട്ടന്റെ സ്നേഹിതനാണ്, അതുകൊണ്ട് തന്നെ എനിക്കും പ്രിയപ്പെട്ടവൻ. എന്റെ മനസ്സിലാക്കൽ ശരിയാണെങ്കിൽ ഫിലോസഫിയിലാണ് താങ്കൾ ബിരുദാനന്തര ബിരുദം എടുത്തത്. എന്നിട്ടും ഒരു കമ്മ്യൂണിസ്റ്റ് ആവാൻ അങ്ങേക്ക് കഴിഞ്ഞു. അതൊരുപക്ഷെ ആ മഹാരാജാസിന്റെ സ്വാധീനം കൊണ്ടാവാം. എങ്കിലും ഈ കാലം അത്രയും ഇടതുബുദ്ധിയോടെ ജീവിച്ചു, അല്ലെ? എന്നു മാത്രവുമല്ല, കൈരളി ചാനലിൽ പ്രവർത്തിക്കാനും മടി കാണിച്ചില്ല. ഒരുപക്ഷെ മമ്മൂട്ടിയുടെ ക്ഷണം കൊണ്ട് സംഭവിച്ചതാവാം, അല്ലാതെയും ഇരിക്കാം. എന്തായാലും അതിന്റെ എല്ലാം ശിക്ഷയാണ് ഇന്നലെ മരമന്നനിൽ നിന്നും താങ്കൾക്ക് ലഭിച്ചത്. കൗമാരകാലത്ത് കുമാരന്മാരും കുമാരികളും ഒക്കെ കമ്മിയാവുന്നത് സ്വാഭാവികമാണ്. കമിഴ്ന്നു കിടക്കുന്ന കാലത്ത് സ്വന്തം അപ്പികോരി വായിലാക്കാറില്ലേ ശിശുക്കൾ? അതുപോലെ തന്നെയാണ് കൗമാരകാലത്തെ കമ്മി ജീവിതവും. എന്നാൽ ഫിലോസഫിയിൽ ബിരുദാനന്തര ബിരുദം എടുത്തതിന് ശേഷവും കമ്മി ജീവിതം തുടരാൻ താങ്കൾക്ക് ഒട്ടും പ്രയാസമുണ്ടായില്ല. ആ തെറ്റിന് ഒരു ശിക്ഷ ന്യായമായും വേണമല്ലോ. ഗാനരചയിതാവ്, തിരക്കഥാകൃത്ത് എന്നീ നിലകളിലൊക്കെ എത്രയോ ആളുകളെ സ്വാധീനിക്കാൻ താങ്കൾക്ക് സാധിച്ചിരിക്കാം, അല്ലെ? സ്വന്തം രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുടെ രൂപീകരണത്തിന് എത്രയോ ആളുകളിൽ ഒരു പ്രേരണാശക്തിയായി താങ്കളുടെ ആ സ്വാധീന ശേഷി മാറിയിട്ടുണ്ടാവാം. അറിഞ്ഞോ അറിയാതെയോ ഷിബു ചക്രവർത്തി എന്ന പ്രതിഭാതനന്റെ സ്വാധീന ശക്തി ആരെയെങ്കിലും കമ്മിയാകാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മരമന്ന കോപത്തിന് പാത്രമായതോടുകൂടി ആ പാപത്തിന് പരിഹാരമായി കഴിഞ്ഞു. മനുഷ്യനാകാനായി മിച്ചമുള്ള ജീവിതത്തെയെങ്കിലും ഉപയോഗിക്കാൻ തീർച്ചയായിട്ടും താങ്കൾക്ക് സാധിക്കട്ടെ. അതുപോലെ ഒട്ടും വൈകാതെ തന്നെ ആ മുരുകൻ കാട്ടാക്കട സാർ കൂടി ഇതുപോലെ മരമന്നാനുഗ്രഹത്തിന് ഇരപ്പെട്ട് മനുഷ്യനാകണം എന്ന ആഗ്രഹം പങ്കുവെച്ചുകൊണ്ട് പോങ്ങനെ ഈ സംസാരം ഇവിടെ നിർത്തുന്നു. അല്ലെങ്കിൽ ചെറിയൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. സയ്യിദ് അക്തർ മിർസ ചെയർമാനായിരിക്കുന്ന KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയാണ് ഷിബു ചക്രവർത്തി ചോദിച്ചത്. ശ്രീമാൻ അടൂർ ഗോപാലകൃഷ്ണൻ ചെയർമാനായിരുന്നപ്പോഴാണ് ഇത്തരമൊരു ചോദ്യം ഉയർന്നതെങ്കിൽ ഒരുപക്ഷെ മരമന്നൻ ഇത്രത്തോളം ഹാലിളക്കം സംഭവിക്കില്ലായിരുന്നു. പോങ്ങന്റെ സാമാന്യ ബോധം അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. സയ്യിദ് അക്തർ മിർസയെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നവർക്ക് ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ തീർച്ചയായിട്ടും പിടികിട്ടും. അതെന്തോ ആവട്ടെ, സത്യത്തിൽ മാന്യതയുള്ളവനായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി എങ്കിൽ എങ്ങനെയായിരിക്കും ഷിബു ചക്രവർത്തിയുടെ ചോദ്യത്തോട് പ്രതികരിക്കുക? പല വഴികളുണ്ട്. അതിൽ തരക്കേടില്ലാത്ത ഒരു പ്രതികരണം ഏതാണ്ട് ഇങ്ങനെയായിരിക്കും. അതായത്, താങ്കൾ പറഞ്ഞ തരത്തിൽ ഒരു പ്രശ്നം
അവിടെ ഉണ്ടെന്ന് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യം തീർച്ചയായും പരിശോധിക്കാം. എന്തായാലും അങ്ങ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യം അതീവ ഗൗരവമുള്ളതാണ്. സർക്കാർ വളരെ ശ്രദ്ധയോടുകൂടി താങ്കൾ പറഞ്ഞതിനെ കേൾക്കുകയും ഉചിതമായ നടപടികൾ ഉറപ്പായും കൈക്കൊള്ളുകയും ചെയ്യും. എന്തെങ്കിലും വീഴ്ചകൾ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് അത്തരം പ്രശ്നങ്ങളൊന്നും ഭാവിയിൽ ഉണ്ടാവാതെ ആ സ്ഥാപനത്തെ മഹത്തായിട്ടുള്ള ഒരു ചലച്ചിത്ര പാഠശാലയാക്കി മാറ്റാൻ വേണ്ടുന്ന ശ്രമങ്ങൾ നടത്തുന്നതാവും. താങ്കളെ പോലുള്ളവരുടെ സഹകരണവും കരുതലും അതുപോലെ തന്നെ ക്രിയാത്മകമായിട്ടുള്ള ഇത്തരം നിർദ്ദേശങ്ങളും ഒക്കെ തുടർന്നും ഉണ്ടാവണം. ഇങ്ങനെയൊക്കെ പറയുന്നതല്ലേ മാന്യത? അതല്ലേ മര്യാദ? യഥാർത്ഥ പുരോഗമന ബുദ്ധിയും പരിഷ്കൃത ഭാവവും അതല്ലേ? സംസ്കാരം എന്നാൽ പോലും ഇതല്ലാതെ മറ്റെന്താണ്? പക്ഷെ നമ്മുടെ മരമനൻ എത്ര തരം താണ നിലയിലാണ് പ്രതികരിച്ചത് അല്ലേ? എന്തുകൊണ്ടാണത്? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും സ്വതസിദ്ധമായിട്ടുള്ള ആ പ്രീണന ബുദ്ധിയും ഒക്കെ മാറ്റിവെച്ച് നോക്കിയാൽ മറ്റെന്ത് കാരണമായിരിക്കും അതിന് പിന്നിലുള്ളത്? അതിനുള്ള ഉത്തരം മരമനൻ നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. താൻ ഒരു പ്രത്യേക ജനുസാണെന്നാണ് മരമനൻ നിയമസഭയിൽ വ്യക്തമാക്കിയത്. ഒരുപക്ഷെ മനസ്സറിഞ്ഞ് മരമനൻ പറഞ്ഞ ആദ്യത്തെ സത്യവും അതാവാം. അതെ, അദ്ദേഹം പറഞ്ഞതാണ് ശരി. പ്രശ്നം ജനുസാണ്. ജനുസ് തന്നെയാണ് പ്രശ്നം. മരമനന്റെ ആ സവിശേഷപ്പെട്ട ജനുസിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പോങ്ങൻ ഈ സംസാരം ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്മകൾ, എല്ലാവരോടും സ്നേഹം. അത്രമാത്രം.